ഇന്ന് മെയ് 31 ലോക പുകയില വിരുദ്ധ ദിനം. ശ്രീനാരായണ ട്രെയിനിങ് കോളേജ് നെടുങ്കണ്ടയും നാഷണൽ സർവീസ് സ്കീമും ചേർന്ന് പുകയില വിരുദ്ധ സന്ദേശമായി തയ്യാറാക്കിയിട്ടുള്ള വീഡിയോ. മെയ് 31 വേൾഡ് നോ ടൊബാക്കോ ഡേ. ഈ വർഷത്തെ ടൊബാക്കോ ഡേ സന്ദേശം. The theme for World No Tobacco Day 2024 is Protecting Child from Tobacco Industry Interference. ലോക ആരോഗ്യ സംഘടന എല്ലാ വർഷവും മെയ് 31 ലോക പുകയില വിരുദ്ധ ദിനമായി ആചരിക്കുന്നു. പുകവലി ആരോഗ്യത്തിന് ഹാനികരം എന്ന് നാം എല്ലാവരും മിനിറ്റിന് കേൾക്കുന്ന കാര്യമാണ്. എന്നാൽ ഇതെല്ലാം അറിഞ്ഞിട്ടും പുകച്ചു തള്ളുന്നവർ നിസ്സാരമല്ല. എന്നാൽ ഇതിലൂടെ ചെയ്യുന്നത് നിങ്ങളുടെ ആരോഗ്യം നശിപ്പിക്കുക മാത്രമല്ല, നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകളുടെ ജീവിതം നശിപ്പിക്കുകയും കൂടിയാണ്. പുകയിലയോടുള്ള ആസക്തിയിൽ നിന്ന് മുക്തി നേടാൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതായുണ്ട്. ഈ പുകയില ആസക്തി കാരണം ആളുകൾക്ക് അവരുടെ കുടുംബാംഗങ്ങളെയും പ്രിയപ്പെട്ടവരെയും നഷ്ടപ്പെടുന്നു. ഈ ദിനത്തിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാന കാര്യങ്ങൾ. മറ്റേതൊരു ആസക്തിയേക്കാളും കൂടുതൽ ആളുകളെ പുകയില കൊല്ലുന്നു. പുകയിലയിൽ നിന്ന് വിട്ടുനിൽക്കാൻ ചെറുപ്പക്കാരും പ്രായമായവരും ഒരുപോലെ ശ്രദ്ധിക്കണം. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഈ ശീലത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് വേണ്ടി പുകയിലയ്ക്കെതിരെ പ്രചരിപ്പിക്കുകയും അവബോധം വളർത്തുകയും ചെയ്യുക. ഈ ലോക പുകയില വിരുദ്ധ ദിനത്തിൽ നമുക്ക് ചുറ്റുമുള്ളവരെ ഈ ശീലത്തിൽ നിന്ന് മുക്തരാക്കാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാം. നാം ദിവസേന കത്തിക്കേണ്ടത് കലോറിയാണ്, പുകയിലയല്ല. പുകയില ഇല്ലാതെ ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും തുടരുക. ശ്വാസകോശത്തിൻ്റെയും ശ്വാസവ്യവസ്ഥയുടെയും പ്രതിരോധശേഷി കുറയ്ക്കുന്ന വിപത്താണ് പുകവലി. കേരളത്തിൽ പുകയില മൂലമുള്ള മരണകാരണങ്ങളുടെ പട്ടികയിൽ പുകയില ജന്യമായ ഹൃദ്രോഗവും പതനാർബുദവും ശ്വാസകോശാർബുദവുമാണ് മുൻപന്തിയിൽ നിൽക്കുന്നത്. പുരുഷന്മാരിൽ കാണുന്ന അർബുദത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് പുകയില ജന്യമായ ശ്വാസകോശാർബുദവും രണ്ടാമത് പുകയില ജന്യമായ വദനാർബുദവുമാണ്. റിസ്ക് ഫ്രം സ്മോക്കിംഗ്. സ്മോക്കിംഗ് ക്യാൻ ഡാമേജ് എവറി പാർട്ട് ഓഫ് ദ ബോഡി. ക്രോണിക് ഡിസീസസ്, സ്ട്രോക്ക്, ബ്ലൈൻഡ്നസ്, ഗം ഇൻഫെക്ഷൻ, aortic rupture, heart disease, pneumonia, hardening of the arteries, chronic lung disease or asthma, reduces fertility, hip fracture. Cancers, heart or neck, lung, leukemia, stomach, kidney, pancreas, colon, bladder, cervix. പുകവലിയും പുകയിലയും ഒരിക്കലും സമ്മർദ്ദത്തിനും പിരിമുറുക്കത്തിനും പരിഹാരമല്ല. പകരം ഇവ രണ്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പുറത്താക്കി നിങ്ങൾ കുറയ്ക്കേണ്ട ഏറ്റവും വലിയ പിരിമുറുക്കങ്ങളാണ്. വാട്ട് ഹാപ്പൻസ് വെൻ യു സ്റ്റോപ്പ് സ്മോക്കിംഗ്. പുകയില നിർത്തിയാൽ നിങ്ങൾക്ക് എന്തെല്ലാം സംഭവിക്കാം? ബ്ലഡ് പ്രഷർ ആൻഡ് പൾസ് റിട്ടേൺ ടു നോർമൽ. സ്മെൽ ആൻഡ് ടേസ്റ്റ് ഇംപ്രൂവ്. കാർബൺ മോണോക്സൈഡ് ലെവൽ ഡ്രോപ്പ് ടു നോർമൽ. സർക്കുലേഷൻ ആൻഡ് ഫീമെയിൽ ഫെർട്ടിലിറ്റി ഇംപ്രൂവ്. Risk of lung cancer equal to that of non-smoker. Blood oxygen levels normal, decreasing heart attack risk. Breathing is easier. Energy levels rise. Risk of heart disease, stroke and blood clots significantly reduced. Risk of heart attack and stroke is the same as someone who's never smoked before. അപ്പോൾ ഈ പുകയില വിരുദ്ധ ദിനത്തിലെങ്കിലും നമുക്ക് എല്ലാവർക്കും ഒത്തുചേർന്ന് പറയാം, പുകയില ആരോഗ്യത്തിന് ഹാനികരമാണ്. നമ്മൾ പുകയില ഉപേക്ഷിക്കും. പുകവലിക്കുന്നവരെ അതിൽ നിന്നും വിമുക്തരാക്കാൻ വേണ്ടി ശ്രമിക്കും. നമുക്കെല്ലാവർക്കും ഒത്തുചേർന്ന് കൈകൾ കോർത്തുകൊണ്ട് ഈ പുകയില വിരുദ്ധ ദിനാചരണം നടത്താം. അടുത്തതായി ശ്വേത നായർ പുകയില വിരുദ്ധ സന്ദേശമായ ഒരു വീഡിയോ ക്ലിപ്പ് അവതരിപ്പിക്കുന്നതാണ്. നമസ്കാരം. ലോകാരോഗ്യ സംഘടന എല്ലാ വർഷവും മെയ് 31 ലോക പുകയില വിരുദ്ധ ദിനമായി ആചരിക്കുന്നു. പുകയിലയുടെ മാരകമായ ദൂഷ്യവശങ്ങളെപ്പറ്റി ജനങ്ങളെ ബോധവൽക്കരിക്കുക, പുകയില ഉൽപ്പന്നങ്ങൾ നിയന്ത്രിക്കാൻ സർക്കാരുകളെ പ്രേരിപ്പിക്കുക എന്നിവയാണ് പുകയില വിരുദ്ധ ദിനാചരണത്തിന്റെ ലക്ഷ്യം. ലോകത്ത് പലയിടത്തും പുകയില വൻതോതിൽ കൃഷി ചെയ്യുന്നു. പുകയില ഉൽപ്പന്നങ്ങൾ ലോകത്ത് വൻകിട കുത്തക കമ്പനികളുടെ വമ്പച്ച വരുമാന മാർഗവും കൂടിയാണ്. കോടിക്കണക്കിന് ഡോളറിന്റെ ഇടപാടുകളാണ് പുകയില ഉൽപ്പന്നങ്ങൾ വഴി നടക്കുന്നത്.
പുകയിലയുടെ പുക ശ്വസിക്കുന്നവർക്കും ഇത് രോഗം വരുത്തിവെക്കുന്നു. ഇന്ന് ലോകത്ത് ഒരു ദിവസം ഏതാണ്ട് 10,000 പേർ, അതായത് ഒരു വർഷം 50 ലക്ഷം പേർ പുകയില ജന്യ രോഗങ്ങൾ കൊണ്ട് മരിച്ചു വീഴുന്നു. ഉപയോഗം അർബുദമുണ്ടാക്കുന്നു, ഹൃദ്രോഗത്തിന് കാരണമാവുന്നു, ശ്വാസകോശങ്ങളെ ബാധിക്കുന്നു, പക്ഷാഘാതത്തിന് വഴിവെക്കുന്നു, ഞരമ്പ് രോഗങ്ങൾക്ക് ഇട നൽകുന്നു. പുകയിലയില്ലാത്ത ഒരു ലോകം സ്വപ്നം കണ്ടുകൊണ്ട് നിർത്തുന്നു.